കാല് നിലത്ത് മുട്ടുന്നില്ല. ഞാനും എൻ്റെ അമ്മായിയമ്മയും കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ എന്തോ ബ്ലാക്ക് രൂപം കണ്ടു എന്ന് പറഞ്ഞു. അവരിത് പറഞ്ഞപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പറഞ്ഞു, ഞാൻ മെഡിസിൻ എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ ബാക്കിലും അവൾ ഈ രൂപം കണ്ടിരുന്നു എന്ന്. ഡിസ്ക്രൈബ് ചെയ്ത ഡീറ്റെയിൽസ് സെയിം ടു സെയിം ആയിരുന്നു. വാടക വീടുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കുമ്പോൾ ഒരു ശുദ്ധി കലക്ഷൻ ചെയ്തിട്ട് ചെയ്യുക. ആ മരത്തിൻ്റെ അര ലൈഫ് എടുത്തിട്ട് വേണം അവിടെ ഒരു വീട് വയ്ക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ 4 തെങ്ങുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയും കളഞ്ഞിട്ട് വീട് വയ്ക്കും. അതോടുകൂടി തീർന്ന് അവിടുത്തെ കംപ്ലീറ്റ് ഐശ്വര്യങ്ങളും ക്ഷമങ്ങളും നശിക്കും. പക്ഷെ അതിനെ നമ്മൾ സയൻസിൽ സ്ലീപ്പ് പാരാലിസിസ് എന്നതിനെ പറയാറുമുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താണ്, ഇത് വ്യത്യാസമാണോ? സയൻസിൽ എന്തും പറയാമല്ലോ. സയൻസ് എവിടെ നിന്നുണ്ടായതാണ്? ഒരു മനുഷ്യന്റെ തലച്ചോറിൽ നിന്നാണ് സയൻസ് ഉണ്ടായത്. ഇത് ആ ലോകത്തോട്ടൊരു ബന്ധമില്ല. പക്ഷെ സ്വയം അനുഭവിക്കുമ്പോൾ കിടക്കുന്ന റൂമിൽ വെള്ളം വയ്ക്കരുത്, കാലുകൾ പടിഞ്ഞാറോട്ട് വെച്ച് കിടക്കരുത്, പകുതി അല്ലെങ്കിൽ മുഴുവൻ നഗ്നമായി കിടക്കരുത്. സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വെച്ച വീട് വാങ്ങരുത്, ആരെങ്കിലും താമസിച്ച വീട് വാങ്ങരുത് എന്ന്. പക്ഷേ നമ്മൾ ഈ വാടക വീടുകൾ നോക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ മുമ്പ് ആൾക്കാർ താമസിച്ചിട്ടുള്ളതോ മരിച്ചിട്ടുള്ളതോ ഒക്കെ ആയിരിക്കുമല്ലോ. അതിനെന്താ ചെയ്യാൻ പറ്റുക? വാടകയ്ക്ക് പോകാന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമല്ലേ വീട് വയ്ക്കാൻ. വാടക വീടുകൾ ഇതിനകത്ത് എനിക്ക് വാടക വീടുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കുമ്പോൾ ഒരു ശുദ്ധി കലക്ഷൻ ചെയ്തിട്ട് ചെയ്യുക. ചിലരുടെ എനർജിയോട്ട് ചില വീടുകൾ ചേരില്ല. ചില നക്ഷത്രക്കാർ ചില വീടുകളുമായിട്ട് ചേരില്ല. ചില ഗ്രഹനിലകളെ ആ വീടുകളുമായിട്ട് ചേരില്ല. അവർക്ക് അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ എപ്പോഴും ഞാൻ ഈ ഫ്ലാറ്റുകൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരാളാണ്. വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒറ്റ വാതിൽ മുറിയോടെ വാതിൽ കാറ്റിൻ്റെ സൗകര്യം, എനർജികൾ പാസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളില്ല, കാറ്റില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. AC മുറിക്കകത്താണ് മുഴുവൻ. ഒരു ഡോർ തുറന്നാൽ അകത്തോട്ട്, ഒരു ഡോർ തുറന്നാൽ പുറത്തേക്കുള്ള ജീവിതം മുഴുവൻ ബന്ധിച്ച് കളയും ഫ്ലാറ്റ്. പിന്നെ നഗരത്തിൻ്റെ സംസ്കാരത്തിനകത്ത് അത് പെട്ടുപോയി, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഭൂമി വാങ്ങുമ്പോൾ എപ്പോഴും ഉത്തമമായ ഭൂമിക്ക് ഓരോ ലെയറുകളുണ്ട്. പാതാളനാഗത്തിൻ്റെ വാസസ്ഥലമുണ്ട്, കമ്പലൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ വാസസ്ഥലമുണ്ട്. അതൊക്കെ അറിഞ്ഞ് വാങ്ങിച്ചില്ലെങ്കിൽ വംശത്തിന് ദോഷം ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഭൂമി നോക്കി തന്നെ എടുക്കണം. അത് വാസ്തുവിൻ്റെ ആൾക്കാർ വന്ന് തെക്കും ദിക്കും വടക്കേ ചരിഞ്ഞ ഭൂമിയൊന്നും അല്ല നോക്കേണ്ടത്. ഭൂമിയുടെ നിറമെടുത്ത്, ഭൂമിക്ക് ഒരു താപമുണ്ട്, ഭൂമിയുടെ മണ്ണെടുത്ത് നോക്കിയിട്ട് തന്നെ ഉത്തമമായ ഭൂമിയിൽ മാത്രമേ ചെയ്യാവൂ. നിൽക്കുന്ന മരങ്ങളൊന്നും മുറിച്ച് കളയാത്ത തരത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഒരു മരം വളരുന്നുണ്ടെങ്കിൽ അത് ഏത് മരമാണ്, എങ്ങനെ വളരുന്നു, എന്തുകൊണ്ട് വളരുന്നു, ആ മരത്തിൻ്റെ അര ലൈഫ് എടുത്തിട്ട് വേണം അവിടെ ഒരു വീട് വയ്ക്കാൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ 4 തെങ്ങുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിയും കളഞ്ഞിട്ട് വീട് വയ്ക്കും. അതോടുകൂടി തീർന്ന് അവിടുത്തെ കംപ്ലീറ്റ് ഐശ്വര്യങ്ങളും ക്ഷമങ്ങളും നശിക്കും. തെങ്ങ് വെട്ടി വീട് വയ്ക്കുന്നു, വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വീട് വെച്ച് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തെങ്ങിട്ട് ആദ്യം ആ മരം അങ്ങ് വെട്ടുന്നതോടുകൂടി ആ വീടിൻ്റെ സകല ഐശ്വര്യങ്ങളും പോകും. പക്ഷെ നമ്മളൊരു ഭൂമി വാങ്ങിയാൽ വീട് വെക്കണമെങ്കിൽ സ്ഥലം ക്ലിയർ ചെയ്യണമല്ലോ. ഇപ്പോൾ നടുക്കൊക്കെ ഒരു മരം നോക്കി ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സ്ഥലം മേടിക്കണം. എങ്ങനെയുള്ള സ്ഥലം? ഇവിടെ ഒരാൾ ഒരു വീട് വെച്ചു, ഉള്ള പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് വീട് വെച്ചു. അതിൻ്റെ തെക്ക് വശം കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പലരും മേടിച്ചു. തെക്ക് വശത്താണ് ആ ശവങ്ങളെല്ലാം കൊണ്ട് അടക്കിയിരുന്നത്. ദുബായിലെ ജോലിയും നഷ്ടപ്പെട്ടു, ജീവിതവും ഡൈവേഴ്സായി, പ്രാരാബ്ധമായി. ഒരു നിവൃത്തിയില്ലാതെ ഇപ്പോൾ സന്യസിക്കാൻ പറ്റുമോ സ്വാമി എന്ന് ചോദിക്കണം. പിന്നെ ഭാര്യയും പിണങ്ങിപ്പോയി. അവർ ഹൈക്കോടതി കൊണ്ടുവന്ന് കേസും കൊടുത്തു, കോടതി കൊണ്ടുവന്ന് കേസും കൊടുത്തു. ബുദ്ധിമുട്ടിലായിപ്പോയി. കാരണം ശ്മശാനത്തിൻ്റെ പുറത്താണ് കൊണ്ടുവന്ന് വീട് വെച്ചേക്കുന്നത്. ഞാൻ ഡിഗ്രി ടൈമിൽ പഠിക്കുമ്പോൾ ടൂറ് പോയി, ഗോവ, ദണ്ഡേലി. ഞങ്ങൾ ദണ്ഡേലി ഒരു സ്റ്റേ എടുത്തു. ഞങ്ങൾ ഗേൾസ് എല്ലാവരും ഒരു റൂമിലായിരുന്നു. നൈറ്റ് ഒരു 9-10 മണിയായപ്പോൾ ക്യാമ്പ് ഫയർ ടൈമിൽ കറണ്ട് പോയി. ആ ടൈമിൽ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടി റൂമിൽ പോയി എൻ്റെ മെഡിസിൻ എടുക്കാൻ. ഞാൻ റൂമിൽ കയറി മെഡിസിൻ എടുത്തിട്ട് ഡോർ ലോക്ക് ചെയ്ത് വന്നു. എന്നിട്ട് എൻ്റെ വേറെ 2 ഫ്രണ്ട്സ് റൂമിൽ പോയി എന്തോ ആവശ്യത്തിന്. ആൻഡ് അവർ പേടിച്ചു വിറച്ച് തിരിച്ചു വന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ എന്തോ ബ്ലാക്ക് രൂപം കണ്ടു എന്ന് പറഞ്ഞു. അവരിത് പറഞ്ഞപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പറഞ്ഞു, ഞാൻ മെഡിസിൻ എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ ബാക്കിലും അവൾ ഈ രൂപം കണ്ടിരുന്നു എന്ന്. 3 പേരും ഡിസ്ക്രൈബ് ചെയ്ത ഡീറ്റെയിൽസ് സെയിം ടു സെയിം ആയിരുന്നു. ഇത് പ്രീ പ്ലാൻ ചെയ്യാൻ ഉള്ള ടൈം ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് ആരൊക്കെ ആരുടെ കൂടെ എങ്ങനെ റൂംസ് ഷെയർ ചെയ്യുന്നുവെന്ന് ഇതിന് 2-3 മിനിറ്റ് മുന്നെയാണ് അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒഴിച്ച് പവർ കട്ട് ടൈമിൽ റൂമിൽ പോയ 3 പേരും സെയിം എക്സ്പീരിയൻസ് പറഞ്ഞു. എനിക്കത് ഇതുവരെ റിയൽ ആണോ അതോ ഇവർ എന്നെ പറ്റിച്ചതാണോ എന്ന് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് 4 പേര് ഒരിടത്ത് പോകുന്നു, അതിൽ 3 പേർക്ക് മാത്രം ഈ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു? അല്ല, ചിലരുടെ എനർജി ഇത്തരം കാര്യങ്ങൾ കാണുന്നതായിരിക്കും, ചിലരുടെ എനർജി കാണാത്തതായിരിക്കും. അത് അവിടെ വാസമുള്ള ഒരു നെഗറ്റീവ് എനർജിയാണെന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹോട്ടൽ മുറികളിലുള്ള ഒരു എനർജിയുടെ, പക്ഷെ ശല്യമൊന്നും ചെയ്തില്ലല്ലോ. അതൊരു വസിക്കുന്ന വാസമുണ്ട് അതിനകത്ത്, ഒരു വാസസ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ളതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിന്റെ ധൈര്യമുണ്ട്. ചിലരൊക്കെ വീട് പോകും,
ആ ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് വീഴും ആ കാരണം ഒരുപാട് പെൺകുട്ടികൾക്ക് മാനസിക ആഘാതം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് കാണാൻ വരുന്നത് അത് എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഇത് ഉടനെ തന്നെ ഈ പനിയൊക്കെ വരുവേ. പിന്നെ ഇതിനെക്കുറിച്ച് പിച്ചും പേയൊക്കെ പറയുമ്പോൾ നേരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അവരൊരു ഗുളിക കൊടുക്കും. പിന്നെ ജീവിതം മുഴുവൻ തീർന്നു. കുട്ടികൾ പഠിച്ചില്ല, അവന് മടിയാണെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോകും, മരുന്ന് കൊടുക്കും. പിന്നെ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഇത് തീർന്നു. കുട്ടികളും മിടുക്കന്മാരും ഈ ബ്രെയിനിനെ മുഴുവൻ മരവിപ്പിച്ച് കളയുന്ന ഇത്തരം മരുന്നുകൾക്കെതിരെയാണ് നമ്മൾ പ്രചരിക്കേണ്ടത്. നമ്മൾ ഈ പ്രചരിപ്പിക്കേണ്ടത് പൂജ ചെയ്യണം എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൻ്റെ ശക്തി തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്, നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മനസ്സ് മാത്രം മതി. അങ്ങനെ മനസ്സിൻ്റെ ഊർജ്ജമാണ് നമുക്ക് വേണ്ടത്. ആ ഊർജ്ജം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മരുന്നും വേണ്ട, പൂജയും വേണ്ട. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഊർജ്ജമാണുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് രാവിലെ, സ്വാമി ഇന്നടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഉണ്ടോ? ഇവിടെ ഇന്ന് തന്നെ എനിക്ക് മനസ്സിലാവും ഇത് ഉള്ളതല്ലെന്ന്. ഒരു ഭാര്യ ശരിക്കും ഭർത്താവിനെ പേടിപ്പിക്കുക, കാരണം ഭർത്താവിന് അപ്പുറത്തെ വീട്ടിൽ പോകണം രാത്രി. അപ്പോൾ അപ്പുറത്ത് ഭാര്യയുടെ അനിയത്തി ഭർത്താവില്ലാതെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭർത്താവ് എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞു ഭർത്താവിൻ്റെ കൊടുക്കാൻ. അവരെ ഭാര്യയെ കൊടുത്തു. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി ഇത് രാത്രിയാകുമ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അവിടെ പൂട്ടിയിട്ടിട്ട് ഞാൻ അപ്പുറത്തെ മുറി കിടക്കുമെന്ന്. പുള്ളിയെ പൂട്ടിയിട്ട ഭാര്യ അപ്പുറത്ത് അനിയത്തിയുടെ വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതല്ലേ പരിപാടി എന്ന്. പുള്ളി ഫോണ് ശരി സ്വാമി വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചു. ഇതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൊണ്ട് മനസ്സിലായില്ലേ? പാവപ്പെട്ട ഭാര്യ വിചാരിക്കണത് ഭർത്താവ് അപ്പുറത്തെ മുറി കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങണമെന്ന്. ഭാര്യ അനിയത്തി, ഇവരെ സ്വന്തം അനിയത്തിയാണ്. അങ്ങനെ പേടിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ പൂജ വല്ലത് എന്നെ അവർ പിന്നെ വിളിച്ചിരുന്നു, സ്വാമി ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടാ, ഞാൻ ചേട്ടൻ കൂടെ തന്നെ വന്ന് കിടപ്പുണ്ട്, അപ്പോൾ ഒന്നുമില്ല, നമസ്കാരം, പ്രശ്നം തീർന്നു. ഓക്കെ. അടുത്തതാണ്, ഞാൻ തൊടുപുഴ മുട്ടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സമയം ഞങ്ങൾ റൂമിൽ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടു. കാല് നിലത്ത് മുട്ടുന്നില്ല. ഞാനും എൻ്റെ അമ്മായിയമ്മയും കണ്ടു. ടോർച്ചുമായിട്ട് ഓടി വന്ന എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടില്ല. ഞങ്ങൾ 2 പേര് കണ്ടതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞതാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു സ്ത്രീയാണ് എഴുതിയിട്ടുള്ളത്. ഈ നിലത്ത് കാലുറയ്ക്കാത്ത പ്രേതങ്ങൾ അതെന്താ പറയുക, ആൾക്കാരിങ്ങനെ പറഞ്ഞ് ഇവരുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതാവാം. ചിലർ ഇതിൽ കലത് അങ്ങനെ നിലത്ത്, കാരണം ഇതിങ്ങനെ രൂപമില്ലല്ലോ, ഇത് ധൂമമാണിത്. ഇപ്പൊ ബ്ലാക്ക് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ധൂമമാണ്, പുകയുടെ കറുത്ത പുകയും വെളുത്ത പുകയും ഉണ്ടാകും. ഇത് രണ്ടേ ഉള്ളൂ. ഈ കാല് നിലത്തുറയ്ക്കാത്ത ഞാൻ അങ്ങനെ തോന്നിക്കാം വേണമെങ്കിൽ, അല്ലാതെ ഈ അത് ഒരു മനസ്സിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് ഉണ്ടാവാം. ഈ കാല് നിലത്തുറയ്ക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇത് ഇതിനകത്ത് ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഇടും ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാനായിട്ട്. ഇപ്പൊ സുമതി വളവിൽ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ നാട്ടുകാരെ പറ്റിച്ച് പ്രകടിപ്പിക്കുന്നതാണ്. പക്ഷെ ഈ മുഖം കണ്ടത് ഇപ്പൊ സ്വാമി നേരത്തെ പറഞ്ഞില്ലേ, 2 കൈയും പിടിച്ചു വെച്ച ആത്മാവ് പ്രേതത്തെ പറ്റി മൂക്കുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാ കാണുന്നത്? എനിക്ക് കാണാൻ പറ്റി. ആ സ്ത്രീയെ എനിക്കറിയാം, ആ സ്ത്രീയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആരാണെന്നൊരു പിടിയില്ല. അത് ഓക്കെ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവര് അത് വേണം. ആ ഉപാസന ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി. അവർ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിയ സ്ത്രീയാണ്, മെലിഞ്ഞ ശരീരമുള്ള സ്ത്രീയാണ്. അവരെ ഗന്ധം പോലും എനിക്ക് ഫീൽ ചെയ്തു. 3 മണി സമയമാണ്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്തു. ഇത് നേരത്തെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല, നമുക്ക് കൂടെ കിടക്കാം, ഇനിയിപ്പോൾ ഇത്രയും സമയമായില്ലേ, 5 മണിക്ക് എഴുന്നേക്കണ്ടേ എന്ന് പറഞ്ഞ് 2 മണിക്കൂറിനകത്ത് സംഭവിച്ചതാണ് ഈ സംഭവം കിടന്ന്. കാരണം ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ 12-1 മണിയായി. അത് നമ്മുടെ ഒരു മനസ്സിൽ. പക്ഷെ പിന്നീട് ഇപ്പം എനിക്ക് ഇത്രയും ഇതുള്ള എനിക്ക് പോലും ഒരു ഭയത്തിൻ്റെ ഉൾവിളി ഉണ്ടായി അതിനകത്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനതാ എൻ്റെ കൈ എടുക്കാൻ വയ്യ, എൻ്റെ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് എടുക്കാൻ വയ്യ, ഈ കൈയിൽ നിന്ന് എടുക്കാൻ വയ്യ. അറ്റാക്ക് ചെയ്യാണ് നമ്മളെ, അല്ലേ? അപ്പോൾ ആ ഒരു ഹൃദയം നിലച്ചു പോകും, പേടിച്ചു നമുക്ക്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ സയൻസിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയില്ലേ, സ്ലീപ്പ് പാരാലിസിസ് ആയിരിക്കാം, നമ്മളിങ്ങനെ ഉറങ്ങിപ്പോയി നമുക്ക് ദേഹം തളർന്നു പോയപ്പോൾ നമുക്ക് തോന്നിയ തോന്നലുകളാണ് എന്നൊക്കെ എൻ്റെ ഒരു സുഹൃത്തും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാത്രി കണ്ട ഒരു അനങ്ങാൻ പറ്റിയില്ല, പക്ഷെ ഒരു അമ്മച്ചി വന്നെൻ്റെ കാലിൽ, ഒരു മുത്തശ്ശി വന്നെൻ്റെ കാലിൽ പിടിച്ചത് ഞാൻ അനുഭവപ്പെട്ടു. പക്ഷെ അതിനെ നമ്മൾ സയൻസിൽ സ്ലീപ്പ് പാരാലിസിസ് എന്നതിനെ പറയാറുമുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താണ്, ഇത് വ്യത്യാസമാണോ? സയൻസിൽ എന്തും പറയാമല്ലോ. സയൻസ് എന്ന് പറയുന്നത് സയൻസ് എവിടെ നിന്നുണ്ടായതാണ്? ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നാണ് സയൻസ് ഉണ്ടായത്. മനുഷ്യനുണ്ടായതിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സയൻസ് ഉണ്ടായതിനെ കുറിച്ച്, സയൻസിലുള്ളവർ പലതും പറയും, പലതും എഴുതി വയ്ക്കും, ഒക്കെ ചെയ്യും. അത് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കാം. എനിക്കത് വിശ്വാസമില്ല, വിട്ട് ഇല്ലേ. സയൻസിൻ്റെ ഒരു മേഖലയിലേക്ക് നമുക്ക് പറയാമില്ല. ആ കെമിസ്ട്രിയൊന്നും നമുക്ക് ഫിസിക്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ആ ലോകത്തോട്ടൊരു ബന്ധമില്ല. പക്ഷേ സ്വയം അനുഭവിക്കുമ്പോൾ ഇല്ലേ, എനിക്കറിയാലോ, ഇവിടെ സയൻസിൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്,
വലിയ സയൻറ്റിസ്റ്റാണ്. പുള്ളി രാത്രി ഒറ്റയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ ഭാര്യയെ കൂടെ വിളിച്ച് ടോർച്ചും കൊണ്ടേ വെളിയിറങ്ങുള്ളൂ. അത് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു പറയും, സ്വാമി ഇങ്ങനെ ഈ വലിയ വർത്താനമൊക്കെ പറയില്ല, ആൾ വെളിയിറങ്ങണമെങ്കിൽ പുള്ളി ബാത്റൂമിൽ പോകില്ല, പുള്ളിക്ക് പുറത്ത് തന്നെ മൂത്രം ഒഴിക്കണം, പുള്ളിയുടെ ശീലമാണത്, അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ പുള്ളിക്ക് പുറത്ത് പോകണമെങ്കിൽ ഭാര്യയും കൂടെ ടോർച്ച് അടിച്ച് പിടിച്ച് നിൽക്കണം. എന്തിന്? സയൻസ് അല്ലേ? അപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, ഒരു ഇരുട്ടിനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഒരിക്കലും അവരുടെ റൂമിൽ കിടന്നപ്പോഴും മുറിയിൽ ഇങ്ങനെ ഭയങ്കര ഒരു തുണി ഇങ്ങനെ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണെന്ന്, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ ചെല്ലാറ് നോക്കി, അപ്പുറത്തൊരു വാഴ നിന്നിട്ടേ വാഴയുടെ ഇത് ആടുമ്പോൾ നമുക്ക് ഷാഡോ അടിക്കുന്നതാണ്. ഇതും ഉണ്ടായില്ല, നമുക്കത് വേറെ ഒന്നായിട്ട് തിരിച്ചുകൂടെ. ഞാനത് കൺഫേം ചെയ്ത് ഇതല്ല. ഞാൻ എഴുതാൻ്റെ ഡോർ തുറന്നിട്ട് നോക്കിയപ്പോൾ ആ വാഴ അനങ്ങുന്നതാണ്, വാഴയുടെ ഇല അനങ്ങുന്നതാണ്, നമുക്ക് ഷാഡോ ആയിട്ട് അവിടെ കിട്ടുന്നത്. പക്ഷേ ഇതല്ല, മറ്റതുകൊണ്ട്, ഇത് രണ്ടും ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അതെല്ലാം നമ്മൾ ഇപ്പം എനിക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളതുകൊണ്ട് എപ്പോൾ വീണ് തീരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഇടയിൽ അയ്യോ അത് വിട്ട് തീർന്നു ഇല്ലേ? ഇത് ടീച്ചറിന് വരില്ല, ടീച്ചർ ഭയങ്കര ഭയമാണ്. പണ്ടില്ലായിരുന്നു, ഇപ്പം എൻ്റെ കൂടെ വന്ന് ഭയമായി. ഇപ്പം ഞാൻ എൻ്റെ അവിടെ ജോർജേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതുകൂടെ പറഞ്ഞ് നിർത്താം. ഇപ്പോൾ കാന്തല്ലൂരിൽ അപ്പുറത്തെ ജോർജേട്ടൻ എന്നൊരാൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം രാത്രി നടക്കുമ്പോൾ കുറേ ഒരാൾ ഈ സ്വാമി വന്ന് ഒരു ആശ്രമം പണിതിന് ശേഷം രാത്രി നടക്കാൻ വയ്യ, എപ്പോഴും ലൈറ്റ് വിട്ടും ബഹളവും വന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. ആരുമില്ല. എൻ്റെ അടുത്ത് രാവിലെ വന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനെയാണ്, ഞാൻ രാത്രി എൻ്റെ കൂടെ വന്ന്, ഞാൻ ആശ്രമത്തിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്ന പുള്ളി, അവിടെയൊക്കെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളാണ് എന്ന് വിചാരിക്കുന്നു. ഒരാൾ പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴാണ് മരിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മളിതൊന്നും ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ബാക്കിയല്ല ഇതാണ് ഞാനാണ് എന്നൊക്കെ വിചാരിച്ചാൽ നമുക്കൊരു പേടിയില്ല. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചാൽ നമുക്ക് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാം. ഇതൊക്കെ തർക്കിക്കാനും ഇത് ബലം പിടിച്ചൊക്കെ നിന്നാൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വാഴയുടെ ഇല അനങ്ങിയപ്പം ഇത് വാഴയിലയാണെന്നും മറ്റേതാണെന്നും നല്ല എനിക്ക് ബോധ്യപ്പെട്ടു അത് ഇതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഞാനൊരു കമന്റും കൂടെ വായിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇതൊരു സംശയം പോലെയാണ്. ഓക്കെ. കിടക്കുന്ന റൂമിൽ വെള്ളം വയ്ക്കരുത്, കാലുകൾ പടിഞ്ഞാറോട്ട് വെച്ച് കിടക്കരുത്, പകുതി അല്ലെങ്കിൽ മുഴുവൻ നഗ്നമായി കിടക്കരുത്. വളരെ ഷോക്കിംഗ് ആയ ഒരു കാര്യം വളരെ കാലമായി നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളിൽ പലതരം ദുരൂഹതകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളിൽ നമ്മൾ പോലും അറിയാതെ കിടന്ന അനാഥത്വം മറഞ്ഞു കിടക്കുന്നു. ഉറക്കം ശരിയാകുന്നില്ല, നമ്മളുടെ മനസ്സിന് അസുഖങ്ങൾ വന്നു തുടങ്ങി. പല രീതിയിൽ ബ്രെയിൻ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് ഇവയൊക്കെ. ഈ പറയുന്ന പോലെ കിടക്കുന്ന മുറിയിൽ വെള്ളം വെക്കരുത്, കാല് പടിഞ്ഞാറോട്ട് വെക്കരുത്, പകുതി നഗ്നമായി കിടക്കരുത്, ഇതിലൊക്കെ കാര്യമുണ്ടോ? പഴയ ആൾക്കാർ പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ടല്ലോ. പഴയ ആൾക്കാർ പറയുന്നതൊക്കെ തന്നെ അത് തന്ത്രശാസ്ത്രമല്ല, ശാസ്ത്രീയ വിധി പ്രകാരം പഴയ ആൾക്കാർ പറയുന്നതിനകത്ത് കാരണമുണ്ട്. ശാരീരികമായ അവശതകളുണ്ടാകും. വെള്ളം എങ്ങോട്ട് വെള്ളം വെക്കരുതെന്നാ പറഞ്ഞേ? കിടക്കുന്ന മുറിയിൽ വെള്ളം വെക്കരുത് എന്നാണ്. പിന്നെ രാത്രി വെള്ളം കുടിക്കണമെങ്കിൽ രാത്രി വെള്ളം കുടിക്കണമെങ്കിൽ മുറിക്കകത്ത് വെള്ളം വെക്കുന്നതിന് വിരോധമൊന്നുമില്ല. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞേക്കാണ്. അതുപോലെ കാലുകൾ പടിഞ്ഞാറോട്ട് വെച്ച് കിടക്കരുത്, കിടക്കണ്ട. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. തെക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയും. തെക്കോട്ട് തലവെച്ച് കിടന്ന് നമ്മൾ ശവം കിടത്തുമ്പോഴാണ് തെക്കോട്ട് തലവെക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഴയ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്രയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ നമ്മുടെ സംശയത്തിന് മറുപടിയാണ്. ഞാൻ മഹാജ്ഞാനിയൊന്നുമില്ല, എല്ലാ ചോദ്യത്തിനും മറുപടി തരാൻ. ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. അനുഭവങ്ങൾ വെച്ചുള്ള മറുപടി മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്ന. ഇതിലൊരു സംശയം കൊണ്ട് നഗ്നമായി അല്ലെങ്കിൽ പകുതി നഗ്നമായി കിടന്നുറങ്ങുന്നതിലും എന്തെങ്കിലും പ്രശ്നം? അത് ശരീരം നഗ്നമായിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വസ്ത്രം ധരിച്ച് തന്നെ കിടക്കാം. രാത്രി വസ്ത്രം എന്നുള്ളത് നമ്മൾ വിദേശത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും രാത്രിക്ക് വേണ്ടി ഒരു വസ്ത്രം കുളിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ച് ശരീരം ശുചിയാക്കിയതിന് ശേഷം കാല് നനച്ച്, കാല് കുളിച്ചിട്ടുണ്ടെങ്കിൽ കാല് തുടച്ചതിന് ശേഷം കിടക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട്. പകലുമായിട്ടുള്ള ബന്ധപ്പെട്ട് ശരീരത്തിലുള്ള എനർജി, ആ വിയർപ്പ് തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈർപ്പമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ അതിനൊരു സോപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് 2 തുള്ളി മഞ്ഞപ്പൊടി, ഒരു കല്ലുപ്പിട്ട് കുളിച്ചാൽ മതി. ആ എനർജിക്ക് വ്യത്യാസം വരും. തന്ത്രശാസ്ത്രത്തിൽ അതൊരു സോപ്പുണ്ട്, അത് ഞാനിവിടെ മുറിപ്പാലത്തറി മാടന്തമ്പുര ക്ഷേത്രത്തിൽ കൊടുക്കുന്നു. അത് എപ്പോഴാണെങ്കിലും അത് കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, 2 തുള്ളി മഞ്ഞപ്പൊടി, ഒരു കല്ലുപ്പ് ഇടുക. അത് ഇട്ട് കുളിച്ചതിന് ശേഷം അത് നമ്മളെ ശുചിയായിട്ട് കിടക്കുന്നത് ശരീരത്തിനുണ്ടാകുന്ന ശാന്തമായ ഉറക്കത്തിനും നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതിരിക്കാനും
ഉണ്ടാകുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അത്തരം പഴമക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള നല്ല ഊർജ്ജം ലഭിക്കുകയും നമ്മുടെ ബുദ്ധിക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇനിയും വലിയ ചോദ്യവും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.